ജുമാക്ക് നമ്മൾ സാധാരണഗതിയിൽ വെള്ളിയാഴ്ചകളിൽ നമ്മൾ കഴിയുന്നതും നമ്മുടെ ഭാര്യമാരെ കൂട്ടി വരിക, നമ്മുടെ മക്കളെ കൂട്ടി വരിക. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു പക്ഷേ എന്താണെന്ന് അറിയുന്നത്, നമുക്കൊക്കെ ഇപ്പോൾ ഈ ആളുകളൊക്കെ പരിചയമുണ്ട്, ഈ ബന്ധങ്ങളുണ്ട്. നമ്മുടെ മക്കളൊക്കെ ഭാവിയിൽ ഒറ്റപ്പെട്ടു പോകും. മനസ്സിലായി? അവർക്കൊന്നും ഒരു സാമൂഹിക ബന്ധമില്ല. പലപ്പോഴും പല ഔട്ട് ഓഫ് സ്റ്റേറ്റുകളിലൊക്കെ പോയി പഠിക്കും. അവിടെ നിന്ന് ജുമാക്ക് പോകാൻ അവസരം ഉണ്ടാവില്ല, വെള്ളിയാഴ്ച പള്ളിയിൽ പോവില്ല. ഇപ്പോൾ സാധാരണ ഈ കോച്ചിങ് സെൻ്ററുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞേക്കാം 2 വർഷം ജുമാ എന്ന് പറഞ്ഞ സംഗതിക്ക് പോയിട്ടില്ല. ഞാൻ പറയാം, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ ജുമായിൽ പങ്കെടുക്കാൻ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കണം. ഇതെന്താ, ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അധികം ഒരുമിച്ച് കൂടുന്ന, അറഫ കഴിഞ്ഞാൽ ഏറ്റവും അധികം വിശ്വാസികൾ ഒന്നിച്ച് ഒരുമിച്ച് കൂടുന്ന ജുമാ. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പള്ളിയിൽ വരുന്നു, പരസ്പരം കാണുന്നു, പരസ്പര ബന്ധങ്ങൾ പുതുക്കുന്നു, പരിചയപ്പെടുന്നു, ധാരാളമുണ്ട്. ഈ സാമൂഹിക ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. നമ്മൾ ക്ലാസ് നടക്കുന്ന സ്ഥലങ്ങളിൽ വരുന്നില്ല, പൊതുസ്ഥലങ്ങളിൽ വരുന്നില്ല. ഇതൊക്കെ തന്നെ നമ്മളൊക്കെ മരിച്ചു പോയാൽ നമ്മുടെ മക്കളെന്നും നാട്ടിൽ ഒരാളും അറിയില്ല. ആർക്കും ഒരു മുസ്ലിം ആണെന്ന് പോലും അറിയാത്ത അവസ്ഥയ്ക്ക് അവർക്ക് ഒറ്റപ്പെട്ടു പോകും. അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കളെയൊക്കെ ജുമായിൽ പങ്കെടുപ്പിക്കുവാനും നമ്മുടെ കൂടെ കൂട്ടാനും ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ പരിശ്രമിക്കണം. ജുമാ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ആദാബുകൾ അവർക്ക് കൂടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം.